അവനൊരു ലൈംഗിക വൈകൃത ഉള്ള അയ്യോ അതെന്താ അത്രയ്ക്കുള്ള അവനൊരു ഞരമ്പ് രോഗിത ഈ പകൽ വെളിച്ചത്തില് അത്രയ്ക്ക് വൃത്തികെട്ട കാര്യങ്ങൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ചില വീട്ടുകാര്യങ്ങൾ പോയാലെന്തായി? പോയ കാര്യം ആകെ നാണക്കേടായി. അയ്യോ അതെന്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ? ആരും ഒന്നും പറഞ്ഞില്ല. അവനോട് സംസാരിക്കാൻ പോയിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തോന്നൊക്കെ പറഞ്ഞത്? കാര്യം തെളിച്ച് പറ അങ്ങോട്ട്. അവന്റെ വീട്ടിൽ എല്ലാരും ഉണ്ടായിരുന്നു, അവന്റെ സഹോദരങ്ങള്, രമ്യയുടെ അടുത്ത ബന്ധുക്കള്. പക്ഷെ ആർക്കും അവന് വേണ്ടി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. സത്യത്തിൽ രമ്യയ്ക്ക് അവനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പിന്നെ അതിനെ കുറിച്ചുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ആയപ്പം ആർക്കും ഒന്നും വിട്ടാൻ പറ്റിയില്ല. അത്രയ്ക്ക് വൃത്തികെട്ട കാര്യങ്ങളാണ് രമ്യ അവനെ കുറിച്ച് പറഞ്ഞത്. അയ്യോ അതെന്താ അത്രയ്ക്കുള്ള പറയേ? അയാൾ എന്ത് മാന്യമായിട്ടാ എല്ലായിടത്തും പെരുമാറുന്നത്? പറ, എന്തൊക്കെ പറഞ്ഞെന്ന് പറ. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, അത് ഞാൻ പിന്നീട് പറയാം. അവനൊരു ഞരമ്പ് രോഗിത മാത്രം അറിഞ്ഞാൽ മതി. ഓ, എന്നാൽ ഈ പകൽ വെളിച്ചത്തില് കാണുന്ന പോലെ അല്ലല്ലേ എല്ലാരും? ഇപ്പൊ ഈ പ്രശ്നമൊക്കെ വന്നതുകൊണ്ടാണ് അയാളെ തന്നെ നിറപ്പുറത്തായത്. അപ്പൊ രമ്യ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലേ? ഇപ്പൊ ഈ പുറത്തായ കാര്യമേ രമ്യ പറഞ്ഞ ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ എത്രയോ നിസ്സാരാണെന്നറിയാം. അവൻ നമ്മൾ കരുതും പോലെയൊന്നും അല്ല. അവസാനം അവന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് അറയ്ക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അവനൊരു ലൈംഗിക വൈകൃത ഉള്ള ആള്. അയാള് രാജുവിന്റെ കളിച്ച് വളർന്നേല്ലേ? അപ്പൊ അയാൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്ന? ഈ പ്രായം കൂടുന്തോറാണ് ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നം വരണത്. പണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവന്റെ പേരില്. അന്ന് നമ്മൾ അവനെ വിളിക്കുന്ന വികാര ജീവി എന്നാണ്. പക്ഷെ ഇത്രയും പ്രശ്നമാണെന്ന് അറിഞ്ഞില്ല. പിള്ളേരൊക്കെ വലുതായില്ല. ഇനി പിള്ളേരെ മുഖത്തൊക്കെ അവൻ എങ്ങനെ നോക്കും? അവനിപ്പോ ചത്താ മതി. അയാൾ എന്നിട്ട് അതിനെ എതിർക്കാനോ തിരുത്താനോ ഒന്നും പോയില്ലേ? അവസാനം അയാൾ എന്തോ പറഞ്ഞു? അവൻ തലയും കുനിച്ച് ഒറ്റ ഇരിപ്പാണ്. രമ്യ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്ന അവൻ ഒരിക്കലും കരുതി കാണില്ല. എന്നാലും കൊള്ളാം, ആൾക്കാരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയായി. എന്നിട്ട് കോംപ്രമൈസ് ആയാ? കോംപ്രമൈസ് ആയി ആ പിള്ളേർക്ക് വേണ്ടി. രമ്യ പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കൾക്ക് വേണ്ടി സഹിക്കാം, പക്ഷെ ഒരു ഭർത്താവാരിനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരാളെ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. സമൂഹത്തിൽ ഒരാളെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ ഭാര്യയും ഒരു പരിധി വരെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അയാൾക്ക് വേണ്ടി അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. ഇന്നിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.